പിന്നെ കൊക്കിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയാണ് വന്നത്. കാരണം കൊക്കിനെക്കുറിച്ച് അല്ലെങ്കിൽ FFCയെക്കുറിച്ച് അല്ലെങ്കിൽ അതുപോലെ അലോയ് വിജു ഈ പറഞ്ഞ പേലി വിറത്തിയാർന്ന് പേലി വിജു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും എന്താണിത്, എന്തൊക്കെയാണ് സംഭവം എന്നും മനസ്സിലാവുന്നില്ല. ആ രീതിയിലൊക്കെയുള്ള സംഭാഷണങ്ങൾ വന്നു. അപ്പം അതൊന്ന് കൂടുതലൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. അതായത് 2015, 16, 17 ആ കാലഘട്ടമൊക്കെ ആയിരുന്നു, 18 ആ കാലഘട്ടമൊക്കെ ആയിരുന്നു ഈ FFC ഗ്രൂപ്പ് ഒരു കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ഈ കൊക്കായിരുന്നു ഇതിൻ്റെ അഡ്മിൻ ആദ്യ കാലത്ത്. FFC പിന്നെ ഒത്തിരി ആയിട്ടുണ്ട്, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യ സമയത്ത് ഈ പറഞ്ഞ അലോയ് എന്ന് പറഞ്ഞ ഒരു ട്രെൻഡ് സെക്ടറായിട്ട് മാറി. ഈ അലോയെ വെച്ച് ഈ പറഞ്ഞ എന്താണ് സാത്താൻ സേവക്കാർ വിദേശ രാജ്യങ്ങളിൽ വരെ പോയി അലോയെ ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റി. പിന്നെ അലോയെക്കുറിച്ചുള്ള അലോയ് അറ്റാക്ക് എന്താണെന്ന് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചു. ഈ പറഞ്ഞ അലോയ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പല ഗ്രൂപ്പുകളിൽ, അതായത് ആ സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളായിരുന്നു, സ്റ്റിക്കർ ഇല്ലാത്ത കാലമായിരുന്നു. ഇപ്പോൾ പല ഗ്രൂപ്പുകളിലായിട്ട് നമ്മൾ ഒരു കൂട്ടമായിട്ട് അലോയ് ഫാൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കോമഡി ഉണ്ട്. അതിനകത്ത് പീലി വിജു ഫാൻസ് ഉണ്ട്, അലോപ്പി ഫാൻസ് ഉണ്ട്, അലോയ് ഫാൻസ് ഉണ്ട്. ഇവർ തിരിഞ്ഞ് ഫൈറ്റൊക്കെ നടക്കുന്ന ഒരു കാലമായിരുന്നു. എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അപ്പം ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അലോയ് മെമ്പേഴ്സ് ഒരുപാട് ഗ്രൂപ്പുകളിലെ ലിങ്ക് സംഘടിപ്പിക്കും. എന്നിട്ട് ഈ പറഞ്ഞ കൂടുതൽ നല്ല ഗ്രൂപ്പുകളൊന്നും നമ്മൾ കയറാറില്ലെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ തെറി വിളിക്കുന്ന പൊളിറ്റിക്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രണയം പോലുള്ള ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള യുക്തിവാദ ഗ്രൂപ്പുകൾ, അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പ്, അല്ലാതെ ഈ പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യമായ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഗ്രൂപ്പിലോ നമ്മൾ കയറാറില്ല. അപ്പോൾ ഇതിനകത്തോട്ട് കൂട്ടത്തോടെ ആൾക്കാർ കയറി കഴിഞ്ഞിട്ട് അലോയ് അറ്റാക്ക് എന്ന് ഒരാൾ ഈ പറഞ്ഞ സിമ്പിൾ ഇടും, ഏതെങ്കിലും ഒരാൾ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ പൂയിസേട്ട എന്നൊരു സിമ്പിളുണ്ട്. ആ സിമ്പിൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തോടെ അറ്റാക്കാണ്, ഭയങ്കരമായ ഒരു അറ്റാക്കാണ്. അതിനകത്തൊരു 10-25 പേര് ഈ പറഞ്ഞ അഴിഞ്ഞാടുക എന്ന് പറയും, തീർത്തഴിഞ്ഞാടും, അലോയ്ക്ക് വേണ്ടി അഴിഞ്ഞാടും. അലോയ് കഥകൾ പറയും, പിന്നെ അലോയുടെ ഡിങ്ക വചനങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഭയങ്കര ബഹിരസമായിരുന്നു അന്ന് ഇവരൊക്കെ ഇരുന്ന് അത്ഭുതപ്പെടും. ഈ പറഞ്ഞ യുക്തിവാദിൽ വരെ അത്ഭുതപ്പെടും. അലോയ് ദൈവമാണോ, ഏതോ ആഫ്രിക്കയിലെ ദൈവമാണോ, അവർ വരെ അത്ഭുതപ്പെടും. അപ്പം പിന്നെ അഡ്മിനൊക്കെ ഇറങ്ങി എല്ലാത്തിനെയും കളയും. പിന്നെ ഈ പറഞ്ഞ ചാവേർ അറ്റാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അലോയ് അറ്റാക്ക് കഴിഞ്ഞ് ചാവേർ അറ്റാക്ക്, അതായത് ഒന്നും മിണ്ടാതെ 2-3 പേര് അതിനകത്ത് ഒളിച്ചിരിക്കും, ഇവർ പറയുന്നതെല്ലാം കേൾക്കാൻ വേണ്ടി. അങ്ങനെ ചാവേർ അറ്റാക്ക് സമയം എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങളെല്ലാം കേട്ടതിന് ശേഷം ചാവേർ അറ്റാക്ക്, അതായത് പിന്നെ എന്തായാലും ഡിലീറ്റ് ആക്കുമെന്ന് ഉറപ്പാണ്. കുറേ അലോയ് വചനങ്ങളോട് ആ സ്പോട്ടിൽ പറയുക, അവിടുന്ന് എടുത്ത് അപ്പം തന്നെ അവർ സ്പോട്ടിലെടുത്ത് കളയുക. ഇതാണ് ചാവേർ അറ്റാക്ക്. ഇതാണ് അലോയ് അറ്റാക്ക്, ചാവേർ അറ്റാക്ക്. ഇത് പലരും ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത്. ഓക്കെ.